അഴതൂര് മുംബൈയിലെ സ്റ്റാലിൻ മകളെ ഏറ്റെടുക്കുമോ? അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, കഥ തുടങ്ങുന്നത് തന്നെ ഗോവർദ്ധനാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും കൂടാതെ അയാളിവിടെ എന്താണ് ചെയ്യുന്നതെക്കുറിച്ചും കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ടെന്നും കേണൽ സാറ് ഇവിടെ ഓരോ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തങ്ങിയിരിക്കുകയാണെന്നും പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇവിടെയാണെങ്കിലോ ബാലചന്ദ്രനാണെങ്കിൽ 23 വർഷത്തെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം സ്റ്റാലിൻ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ 23 വർഷത്തെ കഥ പറഞ്ഞിട്ട് എന്താണ് കാര്യം മിസ്റ്റർ ബാലചന്ദ്രൻ? 23 വർഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുറേ സംഭവങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിച്ചു. പാലം വന്നു, റോഡ് വന്നു, ഒരുപാട് നമ്മുടെ രാജ്യം മാറി എന്ന് പറയുന്നു. അത് കേട്ട ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം സ്റ്റാലിൻ, പക്ഷേ മാറാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിൻ പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് നിങ്ങൾ 23 വർഷം മുമ്പ് പ്രണയിച്ച വൈജയും 23 വർഷം മുമ്പ് ജന്മം കൊടുത്ത കുഞ്ഞും ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കഥകളാണ്, അതിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സ്റ്റാലിൻ കഴിഞ്ഞ കഥയാകുന്നത്? നിങ്ങൾ അപ്പോഴും അവളുടെ അച്ഛനാണ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് അവളെ സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. എങ്കിൽ ഇത്രയും നാൾ അവളെവിടെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് കഴിഞ്ഞത് എന്ന് നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുകയാണ്. അവളെ ചിലപ്പോൾ വൈജയന്തിയുടെ വീട്ടുകാർ നോക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും വളർത്തിയിട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ, അതേ സ്റ്റാലിൻ, ഞാൻ കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് ഒരു നായയെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കഥ പറഞ്ഞില്ലേ? ആ കഥയിലെ പെൺകുട്ടിയാണ് നിങ്ങളുടെ മകൾ എന്ന് പറയുന്നു. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് അവൾ നായയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയത് എന്ന്? നിങ്ങളുടെ മകളാണ്, അവളുടെ പേര് അലീന എന്നാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് അവളെ സ്വീകരിക്കാനായിട്ട് കഴിയുമോ? അവളുടെ അച്ഛനായി അവളെ വളർത്താനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും സ്റ്റാലിൻ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റാലിൻ ഒന്ന് ഇരുന്ന് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകും, ഞാനും ഇതിലൂടെ കടന്നു പോയതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ തുറന്നു പറയണമെന്ന് പറയുന്ന കാഴ്ച കാണാൻ സാധിക്കും. അപ്പോഴേക്കും സ്റ്റാലിൻ ചാടിയെഴുന്നേറ്റുകൊണ്ട് പറയുന്നുണ്ട്, അവൾക്ക് സ്വത്ത് കൊടുക്കാം, സ്ഥലം കൊടുക്കാം, വീട് കൊടുക്കാം, നല്ല ജോലിയും കൊടുക്കാം, അതുമാത്രം പോരെ എന്ന് ചോദിക്കുമ്പോൾ, അതുമാത്രം പോരല്ലോ മിസ്റ്റർ സ്റ്റാലിൻ, അതാണെങ്കിൽ എനിക്ക് കൊടുക്കാനായിട്ട് കഴിയുമില്ലേ? നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പാരദീക്ഷികത്തിൻ്റെ ആവശ്യമൊന്നും അവൾക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അവൾ അതൊക്കെ സ്വീകരിച്ചാലും എനിക്ക് സമ്മതമല്ല. അവളെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് വളർത്തുന്നത്. അവളെന്നെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങൾ അച്ഛൻ്റെ സ്ഥാനം കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. അല്ലാതെ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് കളയാനായിരുന്നെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. അഭിപ്രായം എസ് ആയാലും നോ ആയാലും വിളിച്ച് അറിയിക്കണമെന്ന് ബാലചന്ദ്രൻ പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ ആകെ വെട്ടി ഉയർത്തുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ആലോചിക്കാനുള്ള സമയം വേണമെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, നിങ്ങൾക്ക് എത്രമാത്രം സമയം വേണമെങ്കിലും എടുക്കാം, അതിന് യാതൊരു പ്രശ്നവുമില്ല, തടസ്സവുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്